വീണ്ടും പാലക്കാടേക്ക് തന്നെ പോകാമല്ലേ? ദീപക് ധർമ്മടം തുടരുന്നുണ്ട്. ദീപക് പറഞ്ഞോളൂ, പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെ കുറിച്ചായിരുന്നല്ലോ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ദീപക് കേൾക്കാമെങ്കിൽ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെ കുറിച്ചായിരുന്നല്ലോ ദീപക് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇനി അല്പസമയം മാത്രമാണുള്ളത്. പല ആളുകളും ഇതാ രാവിലെ മുതൽ തന്നെ പ്രധാനമന്ത്രിയെ കാണാനായി കാത്തിരിക്കുകയാണല്ലേ? അതെ അക്ഷിത, ഇതാ ഇപ്പോൾ യോഗം ആരംഭിക്കാൻ പോകുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്റ്റേജിൽ പ്രശാന്ത് ശിവൻ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ ഈ ഔദ്യോഗികമായി പൊതുയോഗം, അതായത് നരേന്ദ്രമോദി എത്തുന്നതിന് മുൻപ് തന്നെ നേതാക്കളുടെ പൊതുയോഗം ആരംഭിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം പ്രശാന്ത് ശിവൻ ഇപ്പോൾ സംസാരിക്കുന്നു. തൊട്ടുപുറകിൽ നമുക്ക് കാണാം MT രമേശ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ, അതുപോലെ തന്നെ NDAയുടെ മറ്റ് ഘടകകക്ഷി നേതാക്കൾ, ഇവരെല്ലാം തന്നെ വേദിയിലുണ്ട്. ഉണ്ണികൃഷ്ണൻ മാഷെ കാണാം, നമുക്കവിടെ കൃഷ്ണകുമാറിനെ കാണാം. മലമ്പുഴ BJP പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് മലമ്പുഴ. മലമ്പുഴയിലെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ നമുക്ക് വേദിയിൽ കാണാം. മുതിർന്ന നേതാവ് ശിവരാജൻ അവിടെ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. മുതിർന്ന നേതാവ് ശിവരാജൻ. ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും വേദിയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം ശോഭാ സുരേന്ദ്രൻ വേദിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് ഓഡിയൻസിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ആവേശത്തിലാണ് BJPയുടെ പ്രവർത്തകർ. മോഡി എത്തുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. BJP പ്രവർത്തകർക്ക് അത് മോഡി എന്നാൽ അവർക്ക് പ്രധാനമന്ത്രിക്കപ്പുറത്തേക്ക് അവരുടെ ആരാധ്യനായ നേതാവാണ്. ഒരു കാലത്ത് RSS പ്രചാരകനായി തുടങ്ങി, അങ്ങനെ BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രിയായി മാറിയ മോഡി BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധ്യനായ നേതാവാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്കപ്പുറത്തേക്ക് BJP പ്രവർത്തകർക്ക് വികാര വായ്പിന്റെ നേതാവാണ്. ആ നിലയിൽ പ്രവർത്തകരുടെ വലിയ ആവേശം നമുക്ക് ദൃശ്യങ്ങളിൽ ഉടനീളം കാണാം. ഏതാണ്ട് 10,000-കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ കോട്ട മൈതാനത്ത് എത്തിയിരിക്കുന്നത്. വലിയ സുരക്ഷാ ബന്ദോബസ്ത് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് തന്നെ പോലീസിന്റെ വലിയ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി SPGക്ക് വിട്ടുകൊടുക്കുകയാണ്. നമുക്ക് ഒന്ന് പ്രതികരണം ചോദിക്കുകയാണെങ്കിൽ, BJP പാലക്കാട് BJP ജയിക്കുമോ? ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. വരണം, BJP വരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.